ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴക്കൂമ്പും വൻപയറും വെച്ചിട്ടുള്ളൊരു തോരനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ തോരൻ വെക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് വൻപയറാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 50 ഗ്രാം വൻപയർ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പയർ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വാഴക്കൂമ്പ് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. നമ്മളിതിങ്ങനെ അരിഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു നടുഭാഗമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ സൈഡ് മാത്രം അരിഞ്ഞെടുത്താൽ മതി. ഇതാ ഇതുപോലെ നമ്മളതിൻ്റെ സൈഡ് ഭാഗം മാത്രമാണ് അരിഞ്ഞെടുക്കുന്നത്. നടുഭാഗം അരിഞ്ഞെടുത്താൽ അത് നമ്മൾ കറി വെക്കുമ്പോൾ ഒരു കയ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നടുഭാഗം ഒഴിവാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇപ്പോൾ ദാ നമ്മുടെ വാഴക്കൂമ്പ് നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു കറയുണ്ട്, അതൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കറ കളയാനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കൈകൊണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എണ്ണ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ അതിൻ്റെ കറ കളഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ദാ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ കറയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പയറും വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിനി തോരൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, എരിവിനനുസരിച്ച് കാന്താരിമുളക്, പിന്നെ കറിവേപ്പില. നമുക്കിനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കടുകിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഒതുക്കി അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി നമ്മളിത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളതൊന്ന് ഒതുക്കി അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റോളമായി. അപ്പോൾ നമുക്കിതൊന്ന് വെന്തോ നോക്കാം. ഇപ്പോൾ നമ്മുടെ വാഴക്കൂമ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാഴക്കൂമ്പും വൻപയറും വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ളൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.